ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ ഇതല്ല എന്റെ ചെലവ്. അടിച്ചു കയറി വാ. പോയി ആളെ കണ്ടു. ഇപ്പൊ പരിപാടിയിലായി. എനിക്ക് ഒരൊറ്റ റിജക്ഷൻ കിട്ടി, ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. അതിലൊരു വലിയ ദുരന്ത കഥയുണ്ട്. ഇഷ്ടമായില്ലേ? അല്ലല്ല തൊലിഞ്ഞ്. ഞാനൊക്കെ വെറുതെ ആയിപ്പോയെന്ന് തോന്നിയൊരു കാര്യം നീ പറഞ്ഞു, വേറൊന്നുമല്ല. അവിടെയാണ് നമ്മുടെ വിജയം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാം അച്ചീവ് ചെയ്യും. പാലക്കാട് എന്ന് പറയുമ്പോ നമുക്ക് ഇതല്ല അല്ല, പാലക്കാട് സ്ലാങ്ങിൽ എനിക്കൊരു സ്റ്റാൻഡപ്പ് കോമഡി കേട്ടോ. അനിക്സേ അനിക്സേന്ന് തന്നെ വിളിക്കും. പറയൂ. നമ്മള് ഭയങ്കര സീരിയസ് ആയി പോയോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. അത്ര സീരിയസ് ആവാൻ പാടില്ല. അപ്പം അനിക്സിന്റെ ഒരു മിമിക്രി സീരിയസ് ആവാൻ പാടില്ല. ഇപ്പൊ എന്നെ എയറിലാക്കാനുള്ള പരിപാടിയല്ലേ? ഇല്ല, അനിക്സ് മിമിക്രി ചെയ്യും. മിമിക്രി അല്ല, ആക്രി. അനിക്സിന്റെ അടുത്തൊരു ആക്രി എന്നെ ആക്കാണല്ലേ? ഇല്ല, മിമിക്രി ഞാൻ നിർത്തിയിട്ട് ഒരുപാട് കാലം. ഇനിയിപ്പോ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ആകപ്പാടം ഇല്ലടാ, ആരും ഒന്നും പറയില്ല. ഇല്ല, മിമിക്രി എന്ന് പറഞ്ഞാലില്ലേ, ഞാൻ ആകെപ്പാടെ മാട്ട പരിപാടികൾ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഫ്ലോറിലും പോയിട്ട് ഞാനിത് പെർഫോം ചെയ്തിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ വെള്ളം എന്നുള്ള മിമിക്രിയും കാര്യങ്ങളുള്ളൂ. അപ്പൊ ഞാൻ ഇതുവരെയായിട്ട് ആൾക്കാരുടെ മുമ്പിലേക്ക് അങ്ങനെ എത്തിക്കാത്തോണ്ട്. ഇല്ല, നീ ഒരു മിമിക്രി കലാകാരനാക്കാൻ വേണ്ടിട്ടല്ല, നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കലാകാരൻ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നറിയിക്കാൻ വേണ്ടിട്ടാ. തട്ടി ഉണർത്തു ആളുകൾ പറയട്ടെ, എന്നിട്ട് കമന്റ് വന്നോളും. ഇനി ഉറങ്ങിക്കോ. ശരി. ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം നമുക്ക് ജനാർദ്ദനൻ ചേട്ടന്റെ സൗണ്ട് ശ്രമിച്ചു നോക്കാം. അതൊരു പ്രാവശ്യം പോലും പ്രാക്ടീസ് ചെയ്യാനൊന്നും എടുത്തിട്ട് പോലും ഇല്ലാത്തോണ്ട് എനിക്ക് ഓ തള്ളി ഒടിക്കടാ അവന്റെ കാല്, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പൻ. അത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇല്ല, കിട്ടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ റിയാസ് ഖാന്റെ സൗണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ ഇതല്ല എന്റെ ചെലവ്. എല്ലാവരും അടിച്ചു കയറി വാ. വേറെന്തുവാ? പിന്നെ എല്ലാം പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ നിർത്തിയാലോ? പാട്ട് പാടൂ? ഇല്ല, നമ്മള് കീബോർഡ് കീബോർഡ് വായിക്കും. അപ്പൊ എന്തായാലും പാട്ടിനോട് ചെറിയൊരു പാട്ടൊക്കെ പാടുന്നേ. പാട്ട് പാടി കഴിഞ്ഞാൽ നടക്കില്ല. എനിക്ക് ശ്രുതി ഇല്ല, അവള് വേറെ എവിടെയോ. അത് കുഴപ്പമില്ല. പാട്ട് ബ്ലോഗറാണ്, സിംഗറാണ്, എന്തുവാ അതെ. എനിക്ക് കോൺഫിഡൻസ് ഇല്ല. നീ എന്തോ വായിക്കുന്നത്? കീബോർഡിസ്റ്റ് ആണ്. ചെറുതായിട്ട് ചിത്രമൊക്കെ ആയിരിക്കും. നീ അതുകൂടെ പറഞ്ഞില്ല. എന്റെ പൊന്നെ, എല്ലാ കഴിവും ഉണ്ട്. പക്ഷെ ഇതൊന്നും യൂസ് ചെയ്യില്ല. ചെയ്യുന്നുണ്ടല്ലോ ചെറിയ രീതിയിൽ മാത്രം. വലിയ രീതിയിൽ മാത്രം നമുക്ക്. ഞാൻ വരയ്ക്കാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. എൻ്റെ അടുത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ അച്ഛനുണ്ട്. അച്ഛൻ അതായത് സ്റ്റഡി ടൈമിലാണ് വരയ്ക്കുന്ന പിള്ളേർക്കൊക്കെ ഉള്ള അവസരം. അപ്പൊ ഈ സ്റ്റഡി ടൈം നമുക്ക് ഒഴിവാക്കണമല്ലോ. അപ്പൊ ഞാൻ ചെയ്ത് നിനക്ക് വരയ്ക്കാൻ അറിയാമോ? വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞു. വെറുതെ, കാരണം ഇത്ര നേരം പഠിക്കാൻ വയ്യ, നമ്മൾ ഉഴപ്പനായിരുന്നല്ലോ. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് പേനയും പേപ്പറൊക്കെ വന്ന് എടുത്ത് ഒരു കിളിയെ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി ആദ്യം കുറച്ച് ട്രൈസ് ഒക്കെ എടുത്ത്. ഇതൊന്നും അവർ കാണില്ലല്ലോ, നമുക്ക് വരയ്ക്കാൻ അറിയുന്നുള്ള കഴിവല്ലേ. അത് വരച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കിളിയുടെ രൂപമായി. അപ്പോൾ എല്ലാ ദിവസവും വരയ്ക്കാനുള്ള ഒരു അവസരം തന്നു. അങ്ങനെ ഞാൻ വരച്ച് വരയ്ക്കാൻ പഠിച്ചത്. അതായത് പഠിക്കാൻ വയ്യാത്തവൻ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അങ്ങനെ വരയ്ക്കാൻ പഠിച്ച ഒരു വഴിയിലായി. ഇപ്പൊ പരിപാടിയിലായി. പിന്നെ അതുപോലെ സ്റ്റാൻഡപ്പ് കോമഡി സ്കിറ്റ് ചെയ്തു. സ്കിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്നെ ഞാൻ ആദ്യം കാണുന്നത് സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് വന്നിട്ട്. അപ്പൊ ഒരു മുടിയുടെ അങ്ങനെ ഒരു കണ്ടന്റ്, സ്റ്റാൻഡപ്പ് തലമുടിയുടെ കണ്ടന്റ് ചെയ്ത് അതെന്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റാണ് ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് അറിയോ, എന്റെ പപ്പയുടെ ഒക്കെ കഷന്റെയാണ്. അതായത് ഇവർക്കൊന്നും മുടിയില്ല. ഒരു ടൈം ആയപ്പോ ഇവരുടെ മുടിയൊക്കെ പൊഴിയും. അപ്പൊ എനിക്ക് പേടിയാണ്, അയ്യോ എന്റെ മുടിയോ പോവോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ചെയ്യുന്നറിയോ, ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ മുടി സ്വാഭാവികമായിട്ട് പൊഴിയുന്ന സമയത്ത് ഇത് കഷണ്ടിയിലേക്കുള്ള പോക്കാണ് എന്നുള്ള ഒരു തോന്നലുകൊണ്ട് ഞാൻ ഈ കാണുന്ന സാധനങ്ങളൊക്കെ വാരിത്തേക്കും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇത് മൊത്തം എടുത്തിട്ട് ഞാനൊരു സ്റ്റാൻഡപ്പ് ആക്കി മാറ്റി. അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വന്നത്. പക്ഷേ അവിടെ വലിയൊരു ട്വിസ്റ്റാണ് ഉണ്ടായത്. ഇവൻ മുടിയുടെ സ്റ്റാൻഡപ്പ് കോമഡിയും കൊണ്ട് വന്നപ്പോ അന്ന് അവിടെ ഒരു 5-6 പേര് സെയിം മുടി തന്നെയായിട്ട് വന്നിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ കണ്ടിട്ട് അതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ, ഞാൻ ആദ്യമായിട്ട് ഈ ഓഡിഷന് വരികയാണ്, ഭയങ്കര പേടിച്ചിട്ടാണല്ലോ വരുന്നത്. ഞാൻ മുടിയുടെ കണ്ടന്റ് കഷണ്ടിയെ കുറിച്ച് കളിയാക്കിയിട്ടുള്ള കണ്ടന്റുകളൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. എന്റെ അപ്പൻ്റെ അപ്പനെയൊക്കെയാണ് ഞാൻ കളിയാക്കുന്നത്. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ പോയി ആളെ കണ്ടത് ഞാൻ രതീഷ് കാരേക്കാട്. എന്റെ പൊന്നോ, പുള്ളിക്കാരന് മുടിയില്ല. എന്നെ സെലക്ട് ചെയ്യേണ്ട ആളാണ്. എന്നെ സെലക്ട് ചെയ്യേണ്ട പുള്ളിക്കാരന് മുടിയില്ല. ഞാൻ അവിടെ പോയിട്ട് പുള്ളിക്കാരൻ ഇത് എത്രയും താടിന്റെ ഫുള്ള് നരച്ചിട്ട് മുടിയൊക്കെ ആയിട്ടിരിക്കും. അപ്പൊ പുള്ളി തുടങ്ങിക്കോ പോയില്ലേ. ദൈവമേ, ഞാൻ എന്താ തുടങ്ങുന്നത് മുടിയെ കുറിച്ചുള്ളതും കഷണ്ടിയെ കുറിച്ചാണ്. ഞാൻ ഓരോ കൗണ്ടർ അടിക്കുമ്പോൾ പുള്ളിയുടെ മുഖത്ത് നോക്കും. പുള്ളിയാണെങ്കിൽ കൗണ്ടർ കേട്ടാലും അടുത്തത് ഈ ഒരു എക്സ്പ്രഷൻ ഇല്ല. കോമഡിയൊക്കെ ഉള്ളിൽ ചിലപ്പോ ചിരിക്കുന്നുണ്ടാവും, മറ്റേ ഹാർട്ട് അതാണ്. എന്നിട്ട് ഞാൻ എങ്ങനെയോ പറഞ്ഞു തീർത്ത് പകുതിയായപ്പോ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അല്ല തൊലിങ്ങി വീട്ടിൽ പോ യു ആർ സെലക്ടഡ് എന്ന് പറയുമോ. എന്റെ പൊന്നി, അങ്ങനെയാണ് ഞാൻ കയറി വന്നത്. ഭാഗ്യം ഉണ്ട് എന്ന് പറയാം. അതായത് നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ട് ചമ്മലായിരുന്നു ഇത് പുള്ളിക്കാരന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞ. പക്ഷെ ഇങ്ങനെ സെലക്ട് ആയി. ഞാനവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ, സ്റ്റാൻഡപ്പ് പയ്യൻ കൊള്ളാലോ എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അതും മുടി. പിന്നെ കുറെ പേരങ്ങ് വരും, എല്ലാരും മുടി തന്നെ മുടി. ഇത് ഏത് മുടിയായിരിക്കും സെലക്ട് ചെയ്തത്? അതിന് നമ്മുടെ മുടി ഇല്ലാത്ത മുടി അപ്പിട്ടതല്ല. അങ്ങനെ ആ ഒരു സംഭവം സെറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്തായിരുന്നില്ലേ? ഞാൻ സൂര്യ TV ചെയ്തായിരുന്നു, ഫ്ലവേഴ്സിൽ ചെയ്തായിരുന്നു. പിന്നെ ഫ്ലവേഴ്സിൽ ചെയ്തായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വലിയ ദുരന്ത കഥയുണ്ട്. ഞാൻ ഭയങ്കര കാര്യത്തിൽ ചെയ്ത് സെറ്റായി വന്ന് അതിൽ 7 എപ്പിസോഡ് കഴിഞ്ഞ് 8ാമത്തെ എപ്പിസോഡായിരുന്നു എൻ്റെ. ആ എപ്പിസോഡ് മാത്രം ഇറങ്ങിയില്ല. അതോടെ ചാനൽ തീർന്ന് പ്രോഗ്രാമേ നിർത്തിക്കളഞ്ഞു. എന്റെ ഭാഗ്യത്തിന് ഞാൻ വന്നില്ല പ്രോഗ്രാം. ബാക്കിയുള്ള എല്ലാ എപ്പിസോഡിലും നമ്മളുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് കൗണ്ടർ അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ മെയിൻ പെർഫോമൻസ് വീഡിയോ മാത്രം അതിൽ ഞാൻ എന്നിട്ട് ഡയറക്ടറുടെ അടുത്ത് സാറേ അത് മാത്രം എടുക്കട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ടെലികാസ്റ്റ് ചെയ്യണം. ആദ്യ പ്രാവശ്യം ആള് ഓക്കെ എടാ നിന്റെ വീഡിയോ എന്തായാലും വരും, നമ്മളത് ഇടുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ TV ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലെങ്കിലും ഇടും സാറേ, കട്ട് ചെയ്ത് റീലാക്കാനാ. യൂട്യൂബിലെങ്കിലും ഇടും സാറേ, ഇടാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് സാറേ ഇന്നെങ്ങാനും ഇടുവോ ചോദിച്ചപ്പോ സീൻ ചെയ്തിട്ട് പോയി. പിന്നെ അതിൽ ഇട്ടിട്ടില്ല, പോയി പരിപാടി പോയി. നമ്മുടെ ഒരു ഭയങ്കരമായിട്ട് സങ്കടം വന്നൊരു സമയമായിരുന്നു. പിന്നീട് സ്വന്തമായിട്ട് തന്നെ വീഡിയോസ് ഒക്കെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പോയി സെറ്റായിപ്പോ. ഈ ചാനലുകളിൽ പോയിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അതിനും ഒരു ഇതുണ്ട്. റിജക്ഷൻ കിട്ടിയ എല്ലാ ചാനലിലും നമ്മൾ കയറി പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും വലിയ സംഭവം. അതായത് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത് ഫുള്ള് എന്തിനാന്ന് പറയും, ഈ ചാനലിൽ കയറാൻ വേണ്ടി മാത്രം വരുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് എറണാകുളത്തേക്ക് പരിചയം. അല്ലാതെ ഞാൻ എറണാകുളത്ത് വരാറേ ഇല്ല. ഈ ചാനലിൽ കയറാൻ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് റിജക്ഷൻ കിട്ടിയിട്ട് പോക്കാണ്. പക്ഷെ പിന്നെയും അവിടുന്ന് കടം വാങ്ങും, പൈസ ആക്കിയിട്ട് പിന്നെയും ഇങ്ങോട്ട് വരും, പിന്നെയും പോകും. പോയാലും ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതേ കണ്ടന്റോട് പിന്നെയും വരും. അതിനെ തിരുത്തി പിന്നെയും വരും. ഇപ്പൊ ലാസ്റ്റ് പുള്ളിക്കാരൻ തന്നെ മതിയാവും. നമ്മളെ എടുക്കുന്ന ആളുകൾ കൂടുതലും രതീഷ് കാരേക്കാടാണ് സെലക്ട് ചെയ്യാറ്. അമൃത TV, സൂര്യ, ഫ്ലവേഴ്സ് ഇതിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന രതീഷ് ചേട്ടനാണ്. അവസാനം ഞാനിത് പിൻവാങ്ങുന്ന ഇല്ലാന്ന് പുള്ളിക്കാരനോട് മനസ്സിലാവും. ഇപ്പൊ എന്ത് പറഞ്ഞു ഇത് എന്തുവാണ് ഈ സാധനം. പിന്നെ ഞാനിങ്ങനെ തിരുത്തി പണിയെടുത്തിട്ട് അതിലേക്ക് കയറാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്ന് പെർഫോം ചെയ്ത് എല്ലാത്തിനും. ഇനിയിപ്പോ അടുത്തത് അത് നമ്മള് അമൃതയിൽ കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. മഴവിലും കയറിയാലോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ നോട്ടെ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ ഇപ്പൊ പുതിയൊരു ഓഡിഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ കയറണം ആഗ്രഹമാണ്. അതിപ്പോ മിമിക്രിക്കാർക്ക് കൂടുതൽ അവസരവും അവസരം എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ട്. സ്റ്റാൻഡപ്പില്ല, പേടിക്കണ്ട. ഞാൻ ചോദിച്ചു, അത് ഞാൻ കണ്ടു. അർജുൻ സാറിന് മെസ്സേജ് അയച്ചു സ്റ്റാൻഡപ്പ് ഉണ്ടോ? ഇല്ല. ഓക്കെ. അങ്ങനെ ഒരു സ്റ്റാൻഡപ്പ് തന്നെയാണല്ലേ ഒരു വികാരം എന്ന് പറയുന്നത്. അതെ, സ്റ്റാൻഡപ്പ് ആയിരുന്നു വികാരം. ഇപ്പൊ എനിക്ക് വ്ളോഗായി. കാരണം സ്റ്റാൻഡപ്പ് ഒരിക്കലും നിർത്തണമെന്നല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷെ ഇനി ഞാൻ പോയി സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും. മനസ്സിലായോ? ഇത്രയും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സാധനം ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി ഞാൻ പോയി പെർഫോം ചെയ്യുമ്പോൾ ആ വീഡിയോ ചെയ്യുന്ന ചേട്ടനല്ലേ എന്നുള്ളൊരു സാധനം അവിടെ വരും. നമ്മുടേതായ ഒരു ഐഡന്റിറ്റി എടുക്കുക. ഇപ്പം എന്റെ പോലും ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ നീ ഇത് ഇത്രയും ഒരു കുറഞ്ഞ കാലയളവിൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് നിനക്ക് മാത്രം
അവകാശപ്പെട്ട വിജയമാണ്. ആ എഫേർട്ടിനെയാണ് ഇപ്പൊ നീ ഒരു എനിക്ക് തന്നെ ഞാൻ തന്നെ ഞാനൊക്കെ വെറുതെ ആയിപ്പോയോ എന്ന് തോന്നിയൊരു കാര്യം നീ പറഞ്ഞു. വേറെ ഒന്നുമല്ല, നിനക്ക് റിജക്ഷൻ കിട്ടുന്നു, നീ പാലക്കാടുന്ന് വരുവാ, വീണ്ടും വരുവാ, ഇതേ സ്ഥാനത്ത് എനിക്ക് ഒരൊറ്റ റിജക്ഷൻ കിട്ടി, ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. എനിക്കൊരൊറ്റ റിജക്ഷൻ കിട്ടി, ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. ഇല്ല, ഞാൻ കൂടാണ്. എനിക്കില്ല നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല, നമുക്ക് കിട്ടാനായിട്ടുള്ളൂ. മനസ്സിലായ? ആകെ നഷ്ടപ്പെടാനായിട്ട് വണ്ടി കൂലി മാത്രമല്ല, അത് പോയാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ നേടിയിട്ടുള്ളതെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അതായത് എന്താ നേടിയിട്ടില്ല, ഞാൻ ഒന്നും നേടിയിട്ടില്ല. അപ്പൊ നിനക്ക് അവിടെ പോയിട്ട് സെലക്ട് ആയില്ലെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം? നിനക്കൊന്നുമില്ല, നീ ഒന്നും നേടിയിട്ടില്ലല്ലോ, പിന്നെന്താ? കിട്ടിയാൽ നീ നേടിക്കഴിയും. അവിടെയാണ് നമ്മുടെ വിജയം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാം അച്ചീവ് ചെയ്യും. അതേ ഉള്ളൂ. എടാ, നീ പാലക്കാടാണ്. പാലക്കാട് എന്ന് പറയുമ്പോ നമുക്ക് ഇതല്ല ശരിക്കുള്ള പാലക്കാട്. അതെ, പാലക്കാട് വർത്തമാനമാണ്. അതെ അതെ അതെ, അത് ഞാൻ സംസാരിക്കണം. അപ്പൊ ചേച്ചി എന്തെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാം, അപ്പൊ ഞാൻ അതിനനുസരിച്ച് പാലക്കാടിലെ വർത്തമാനം പറയാം. അല്ല, പാലക്കാട് സ്ലാങ്ങിൽ എനിക്കൊരു സ്റ്റാൻഡപ്പ് കോമഡി കേട്ടോ. ചേച്ചി എന്താ നിങ്ങൾ കൂട്ടം കൂടിയാണ്, നിങ്ങൾ എന്തെങ്കിലും പറയും, അപ്പൊ ഞാൻ അതുപോലെ പറയാം. നിനക്ക് ഈ വ്ളോഗ് ചെയ്യുമ്പോ പാലക്കാട് സ്ലാങ്ങിൽ വ്ളോഗ് ചെയ്തൂടെ? നിന്റെ ആ ഒരു ഇതില്ലേ ഇൻട്രോ, വ്ളോഗിന്റെ ഇൻട്രോ, അത് പാലക്കാട് സ്ലാങ്ങിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഹലോ ഗൈസ്, അപ്പൊ നമ്മ ഇന്ന് വന്നിരിക്കുന്നത് എവിടേക്കാണെന്നറിയോ? നമ്മ എറണാകുളത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തിനാണെന്നറിയോ? എന്നെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു ചേച്ചി വന്നിരിക്കുകയാണ്. ഇതാട്ടോ ചേച്ചി എന്തൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് പറയാനായിട്ട്? പറയും. അപ്പൊ നമ്മ വന്നിരിക്കുകയാണ്. ചേച്ചി നല്ല സന്തോഷത്തിലാണ്, ഞാനും നല്ല സന്തോഷത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ വരുമ്പോ കാണാം. അപ്പൊ എന്തായാലും നാളെ നല്ല വീഡിയോ ആയിട്ടുള്ള പേരാട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യുക, ബെല്ലൊക്കെ ഞെക്കി പൊട്ടിക്കുക, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു ടാ. ഇങ്ങനെ ട്രൈ ഇത് കുറെ പേരുണ്ടല്ലേ പാലക്കാട് ഇതുപോലെ? കുറെ പേര് പാലക്കാട് തന്നെ സ്ലാങ്ങിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാന് എല്ലാവർക്കും നമ്മളെ മനസ്സിലാവുന്നു. ചിലവർക്ക് പാലക്കാട് ഭാഷ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ രസമാണ് കേട്ടോ. നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവാട്ടാ അങ്ങനെ ഒരുപാട്. ഈ സോഷ്യൽ മീഡിയ ഇല്ലേ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ഇത് എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ആളുകൾ കാണുന്നത് ചില സാധനങ്ങള്. പാലക്കാട് ഒരു ചേട്ടനുണ്ട്, പുള്ളി രാവിലെ എഴുന്നേക്കും. അല്ല മനോജ് എന്നാ എന്തോ ആണ്. രാവിലെ എഴുന്നേക്കും, ഇന്ന് കൂട്ടാൻ പുളിഞ്ചാറട്ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇരുന്നോണ്ട് ഇങ്ങനെ കഴിക്കും. മീൻ പിടിക്കാൻ പോവാട്ടാ, ഭാര്യക്ക് മുല്ലപ്പൂവാൻ മേടിച്ചിട്ടാ. ഇതൊക്കെയുള്ളൂ. അത് അവരുടെ സ്ലാങ്ങിലുള്ള ഒരു രസമാണ്. അതെ, നമ്മൾ വർത്താനം പറഞ്ഞ് ഭയങ്കരമായിട്ട് കേട്ടിരിക്കാൻ തോന്നുന്നതാണ് പാലക്കാടൻ ഭാഷ എന്ന് പറയുമ്പോൾ. മറ്റുള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ വർത്താനം പറയുന്നല്ലോ. അപ്പൊ വീട്ടിൽ ഡൗണി എന്താണ്ടാ അവിടേക്കാണ് അഞ്ഞു കുടിച്ചാ ശരി ഇങ്ങോട്ട്. നമ്മൾ പാലക്കാട് ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്ടാ പൊലം കെട്ടവനെ നീ അവിടെ നിൽക്കണ ഇങ്ങോട്ട് വാ, ആ ഒരു സാധനം നമ്മൾ വരും. ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വരുവാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് സംസാരിക്കും. ഇപ്പൊ അഖിലേട്ടന് പോകുന്നില്ലേ, അഖിലേട്ടൻ നിങ്ങൾ വരി, അങ്ങനെ ഞങ്ങൾ പറയാ പാലക്കാട് ഭാഷ. അത് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ഇങ്ങടെ കിട്ടുക, ഇവിടുന്ന് അതേ കിട്ടുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് അത് കൊടുക്കൂല. എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പം ഞാനിപ്പം ഇന്റർവ്യൂല് ഇരിക്കുവാണെങ്കിലും ഇടയ്ക്ക് എന്റെ മറ്റേ സാധനമൊക്കെ കയറി വരും. കൊടുങ്ങല്ലൂരിൽ കയറി വരുന്ന എന്താന്നറിയോ? അതല്ല, മറ്റേ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ചെറിയൊരു ഇച്ചിരി പാട്ട് നീട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊടുങ്ങല്ലൂരത്തെ പാട്ടൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി അവിടെ പാട്ടുള്ള പോലെ തന്നെ. നീ വേറൊരു കാര്യം പറഞ്ഞില്ലേ, കൊടുങ്ങല്ലൂരത്തെ പാട്ട്. കൊടുങ്ങല്ലൂര് വന്ന് പാട്ട് പാടുന്നത് കൂടുതലും എവിടെ ഉള്ളവരാന്നറിയോ? എവിടെയുള്ളവരാ? ഞങ്ങള് മോശമൊന്നും അല്ലാത്ത അറിയും, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയോ. കൊടുങ്ങല്ലൂർക്കാരല്ല. അതെ, ഞാനത് എന്നോട് എല്ലാവരും ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഭരണിക്ക് വരുന്നത് കൂടുതലും പാലക്കാട്, തൃശ്ശൂര്. കൊടുങ്ങല്ലൂർ പിന്നെ തൃശ്ശൂരിന്റെ ഒരു ഭാഗമാണ്. പിന്നെ കൊല്ലം, ട്രിവാൻഡ്രം ഇവിടെ നിന്നൊക്കെയാ. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാര് പോവാറില്ല ഭരണിക്ക്. കേട്ട് പഠിക്കണമെന്നൊക്കെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ വരും. പോവാറില്ല ഭരണിക്ക്, അതാണ് വാസ്തവം. പാലക്കാടുകാരുടെ മെയിൻ, പാലക്കാടുകാർ മുടങ്ങാതെ വരുന്ന ആഘോഷമാണ് ഭരണി എന്ന് പറയുന്നത്. പാലക്കാടുകാർക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ടാവും, മെന്റലി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ എല്ലാ അവിടേക്കും ഇട്ടങ്ങോട്ട് കൊടുക്കണം, അവർക്കൊരു സമാധാനം കിട്ടണ്ടേ. അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് പുറത്ത് വരും. ഇപ്പൊ നെക്സ്റ്റ് ഭരണി വരും. ഇപ്പത്തെ ഭരണി കഴിഞ്ഞു, ഇനി അടുത്ത ഭരണി വരുമ്പോ നിങ്ങൾ ലോഗുമായിട്ട് പോവാം. അതെ, എനിക്ക് കണ്ടന്റ് വയലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണിപ്പാട്ടല്ലേ. അതൊന്നും ഞാൻ പറയാം. കാരണം ഈ ഭരണിക്കാവില് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഭരണിക്കാവിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല.
പിന്നെ കീന്ന് മാത്രം കേൾക്കുള്ളൂ, ഒന്നും കേൾക്കില്ല. ഞാന് വീട്ടിൽ നിന്ന് തന്നെ വഴക്ക് പറഞ്ഞു, നമുക്ക് പോകാൻ പാടില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെയും പറഞ്ഞു വിടൂല. ആ ഒരു 5 ദിവസം കൊടുങ്ങല്ലൂരിലേക്ക് പറഞ്ഞു വിടില്ല, അമ്പലത്തിന്റെ പരിസരത്തേക്ക്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അറിയാതെ, ഞാനും ചെറുതായിട്ടൊന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഭരണിക്ക് പോയി. ആ സമയത്ത് ഒന്നും കേൾക്കാൻ പറ്റുള്ള, അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെ ചെവിയൊക്കെ വെച്ച് നോക്കാം, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു മൂളല് മാത്രമേ ഉള്ളൂ, പിന്നെ ഈ കൊട്ടും, വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. എല്ലാരും തെറി പറയും, എന്തൊക്കെയോ തെറിയാണോ പാട്ടാണോ ഒന്നും മനസ്സിലാവൂല. പിന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ചെവി വെച്ച് കൊടുക്കുമ്പോ ഏതെങ്കിലും ഒക്കെ ഒരു വാക്ക് നമുക്ക് തോന്നും, അത്രേ ഉള്ളൂ. നാളെ കൂട്ടുകാരെ വിളിക്കാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയുന്നത്. നിങ്ങളുടെ പാലക്കാട്ടിൽ അങ്ങനത്തെ ഇതുപോലത്തെ ഇല്ല? പാലക്കാട്ടില് ഉണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിയായി കഴിയുമ്പോ അപ്പന്മാര് ബിവറേജിൽ പോയി കഴിഞ്ഞ് വരുമ്പോ എല്ലാ വീട്ടിലും കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അത് നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാം. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അവിടെ, അങ്ങനെയായിരിക്കും. ഈ നാട്ടിൻപുറത്ത് ഇപ്പോഴും ആ ഒരു ഇതിനൊന്നും ഒരു മാറ്റം വരാത്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? നാട്ടിൻപുറത്തെ ആൾക്കാർക്ക് ഇല്ല, അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നാട്ടിൻപുറത്ത് കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്ത് തെറി വിളിക്കാൻ പറ്റിയൊരു അവസരമാണല്ലോ. കാരണം എല്ലാവർക്കും അത്യാവശ്യം പറമ്പ് സ്ഥലമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഫ്ലാറ്റ് ആവും, നമുക്കൊരു ലിമിറ്റഡ് കീപ്പ് ചെയ്തിട്ട് ഒച്ചയിടാനും പറ്റുള്ളൂ ആൾക്കാരെ. അവിടെ അങ്ങനെ ഇല്ല. അവിടെ തുറന്നായ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളു. ഇവിടുന്ന് തെറി വിളിക്കാൻ ഇവിടുത്തെ പാട്ടാണെങ്കിൽ അപ്പൊ നമ്മള് വേലി സൈഡിൽ പോയിട്ട്, ഇന്ന് ശങ്കരന്റെ വീട്ടിൽ എന്തോ പരിപാടി ഉണ്ട്, അവനെങ്ങനെ പറഞ്ഞു, അതെ നമുക്ക് മൊത്തം കേൾക്കാലോ. അവരവള് ഇങ്ങനെ പറഞ്ഞു, അതാണല്ലേ എടി, നാനും അങ്ങനെ കേട്ടാണേ. ഇവരിവിടെ ഇന്നും ഇവിടെ കൂട്ടം കൂടി ഉണ്ടാവും, നാളെ ഇവിടെ ആയിരിക്കും പ്രശ്നം. അവരവിടെ നിന്നിട്ട് എടിയേ ശാന്തന്റെ വീട്ടിൽ എന്തോ പരിപാടി ഉണ്ട്, അവൾ അങ്ങോട്ട് പോയി. അതായതില്ലേ നമ്മളെ എറണാകുളത്തൊക്കെ ഇപ്പൊ മോഡേൺ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ പാലക്കാട് ഇപ്പോഴും ഒരു കുട്ടി ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി, ഞങ്ങള് വന്നപ്പോ ഉണ്ടായി. ഇപ്പൊ പഞ്ചായത്ത് പണിക്ക് കുറെ പെൺകുട്ടികൾ ചേച്ചിമാരിങ്ങനെ ഇരിക്കണേ, ഔ എന്താ അവിടെ നടത്താം, ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ പോണ്, ചക്കന്മാരൊക്കെ കണ്ടാലോ, ഇതാ കൈ ഇതത്രേ ഉള്ളൂ. ഞങ്ങള് പാലക്കാട് ഇലക്ഷന്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും അത്യാവശ്യം നല്ല മോഡേണായിരുന്നു, ഞാനല്ല. അപ്പൊ ആളുകളൊക്കെ നോക്കുന്നേ ഇങ്ങനെ. ഞാൻ എന്റെ ഫ്രണ്ട് ഒരുത്തി അവിടെ ഞങ്ങളുടെ ഓണത്തിന് പാടത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഞങ്ങളൊക്കെ മറ്റേ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പം പെൺകുട്ടിയാണ് കൂടെ വന്നത്. ഞാനുണ്ട്, പിന്നെ വേറൊരു ചേട്ടനുണ്ട്. ഇവര് മൂന്നാണ് ഞങ്ങൾ ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ്. അപ്പൊ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു ചേട്ടൻ പുല്ലരിയുന്നുണ്ട്. പുല്ലിങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുമ്പോ ഈ ഒരു സാധനമാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ, ഇന്നത്തെ കാലത്ത് ആണ് പെണ്ണ് ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെ നടക്കന്നെ, മനസ്സിലായ ആക്കിയിട്ടുള്ളൊരു വർത്താനം. ആണ് പെണ്ണൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നടക്കുകയാണ് എന്നുള്ളത്. അപ്പൊ അവരുടെ മൈൻഡിൽ ഇപ്പോഴും ആ ഒരു പഴയ സാധനങ്ങളെ, ആണ് പെണ്ണും കൂടെ ഒരുമിച്ച്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ പറഞ്ഞില്ലേ, നമ്മളിപ്പം അതൊരു നാട്ടിൻപുറത്ത് അങ്ങനെയാണ്, അതത്രേ ഉള്ളൂ എന്ന് വെക്കാം. പക്ഷെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കി, അത് പിന്നെ എല്ലാതും ഉണ്ടല്ലോ, നമുക്ക് നോക്കാനേ പറ്റത്തില്ല. അല്ല, സോഷ്യൽ മീഡിയയിലല്ലേ ഏറ്റവും കൂടുതൽ. പണ്ട് വീടുകളിലും അയൽക്കൂട്ടങ്ങളിലും ചായക്കടയിലും ഇരുന്ന് പറഞ്ഞിരുന്ന അതേ സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടന്റ് ആയിട്ടും പല രീതിയിൽ ഉപയോഗിച്ച് കണ്ടന്റ് ആയിട്ടും കമന്റ് ആയിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. സദാചാരം സോഷ്യൽ മീഡിയയിൽ വന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അതായത് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വീഡിയോ ഇടാം. പിന്നെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനൊരു നാളെ നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല മുടിയൊക്കെ ചീവി കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ ഷർട്ടൊക്കെ മാറിയിട്ട് ഒരു ചിരിക്കുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാലും എനിക്ക് അവിടെ ലൈക്ക് എത്ര വരും എന്നറിയോ? ഒന്നും വരില്ല, കുറച്ച് വരുള്ളൂ. അതില് വേണമെങ്കിൽ കുറച്ച് നമ്മളിപ്പോ ഫേമസ് ആയതുകൊണ്ട് കുറച്ച് പെൺകുട്ടികളൊക്കെ ചിലപ്പോ വേണമെങ്കിൽ ഇങ്ങനെ ലൈക്ക് ഒരു കമന്റ് കിട്ടേക്കാം, ഞാൻ തുടക്കക്കാരനാണെങ്കിൽ. പക്ഷെ തുടക്കക്കാരനായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള നല്ല കുട്ടി, കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഹാഫ് സ്ലീവ് ഒക്കെ ഇട്ട് കുറച്ച് ഒന്ന് ഒരുങ്ങിയിട്ട് വൃത്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് നല്ല ലൈക്ക് കിട്ടും. എന്തുകൊണ്ടായിരിക്കും? എനിക്കറിയില്ല എന്തുകൊണ്ടായിരിക്കും? കണ്ട ചക്കന്മാരും മൊത്തം നോക്കിയിരിക്കും, ഏതാ കുട്ടി നല്ല കൊള്ളാലോട്ട് ലൈക്ക് ഇട്ട് കൊടുക്കും. മറ്റേ ഇവനല്ലേ പോട്ടെ, ആർക്കും വേണ്ട. ഇതാണ് പ്രശ്നം. ഇതാണ് സോഷ്യൽ മീഡിയയില്. അപ്പൊ എന്തായി, പെൺകുട്ടികൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ചുകൂടെ മോഡേൺ ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ലൈക്ക് കിട്ടും. അപ്പൊ ചിലവർ ആ രീതിയിലേക്കും, അതായത് കുറച്ചും കൂടെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈക്ക് വന്നേക്കാം. നമുക്കിപ്പോ എന്താ ലൈക്ക് വന്നേക്കാം എന്നുള്ള രീതിയിൽ കുറെ പേര് അങ്ങനെ പോകും. അപ്പൊ അതിന്റെ താഴെ നമ്മുടെ അമ്മാവന്മാരും കഴപ്പന്മാരും നല്ലവന്മാരും അമ്മച്ചിമാരും എല്ലാരും ഉണ്ടാവും. അപ്പൊ അവിടെ പറയാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, ഇപ്പുറത്ത് വേറെ ആയിരിക്കും. അപ്പൊ റീച്ച് കൂടുന്തോറും ഈ കമന്റ്സും കൂടും.
അതാണ് സംഭവം. അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പല കാറ്റഗറി ഉണ്ട്, നെഗറ്റീവ് പബ്ലിസിറ്റി, പോസിറ്റീവ് പബ്ലിസിറ്റി, ഇതെല്ലാം ഓക്കെ. ഇതുപോലെ മറ്റേ എന്തുവാ എക്സ്പോസ് ചെയ്തിട്ട് അത് വേറെ അതൊന്നും വേണ്ട. പക്ഷെ എങ്കിൽ വേറൊരു യൂണിവേഴ്സ് ഉണ്ട്. ഇപ്പം അലൻ ജോസ് പെരേര, അഭിലാഷ്, ഇതിനെയൊക്കെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതും കൂടെ കവർ ചെയ്യാൻ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് കളിയാക്കാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇഷ്ടത്തിന് ഫോൺ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കാരണം എല്ലാവർക്കും മാധ്യമങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. പിന്നെ പുള്ളിക്കാരനെ അപേക്ഷിച്ച് എന്ത് കാണിച്ചാലും പുള്ളിക്കാരന് ലൈക്ക് കിട്ടുന്നുണ്ടല്ലോ. പുള്ളിക്കാരൻ അതിൽ സന്തോഷവാനാണ്. ഞാനിങ്ങനെ ചെയ്താൽ എനിക്ക് ലൈക്ക് കിട്ടുന്നു, ഇത്ര ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, പുള്ളിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും പുള്ളി ചിന്തിക്കും. അപ്പൊ കൂടുതലായിട്ട് പുള്ളി അങ്ങനത്തെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ വിമർശിക്കാനുണ്ടായി. അതായത് വിമർശിച്ചാലും ഇത് കമന്റാണ് പോകുന്നത്. കമന്റ് പോകുന്നതോടെ ഇവിടെ എൻഗേജ് ആവണം. എൻഗേജ് ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം വിചാരിക്കും ഇത് നല്ല വീഡിയോ ആണ്, ഇതിനകത്ത് എന്തോ ഉണ്ട്, അപ്പൊ ഈ വീഡിയോ ബൂസ്റ്റായി പോകും. പുള്ളിക്കാരൻ അങ്ങനെ നടക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനിക്സ് കെ ദേവസ്യ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ അറിയാം? ആരും അറിയില്ല, കുറച്ച് പേർക്ക് അറിയാം. അലൻ ജോസ് പെരേര എന്ന് മാറാട്ടണ്ണൻ എന്നും പറഞ്ഞ ആർക്കും അറിയാത്ത? എടാ നിന്റെ പേരും എന്റെ പേരും തമ്മിൽ നല്ല സാമ്യമുണ്ട്. അലൻ ജോസ് പെരേര വേഴ്സസ് അനിക്സ് കെ ദേവസ്യോ. എന്റെ പൊന്നെ, ഞാനങ്ങനെ ഒന്നും പറയാറില്ല. അലൻ ജോസ് പെരേര നമ്മളെ പുതിയ ഷോർട്ട് ഫിലിമിനെ അഭിനയിക്കാനായിട്ട് പുതിയ നടിമാരെ തേടുന്നുണ്ട്, ആവശ്യമുള്ളവര് ബന്ധപ്പെടുക, ഇതാണ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ വീഡിയോ ഇടും. എന്നിട്ടും അത് അഭിനയിക്കാൻ പോയാലും ആൾക്കാരുണ്ട്, മനസ്സിലായോ? അപ്പോഴും റീച്ച്. അപ്പം എനിക്ക് അവരെ ഒന്നും പറയാനില്ല. അവര് നന്നായിട്ട് തന്നെ വീഡിയോ ഇടുന്ന് പോകുന്നുണ്ട്. പിന്നെ ആക്കുന്നവരാക്കും, വിമർശിക്കുന്നവര് വിമർശിക്കും. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പെണ്ണ് പിടിച്ചോ കഞ്ചാവ് പിടിച്ചോ, അല്ല പെണ്ണ് പിടിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഒക്കെ പുള്ളിക്കാരൻ അങ്ങനെ രീതിയിൽ കഞ്ചാവ് പിടിച്ചോ സമൂഹത്തിന് ദോഷമായിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരനൊന്നും ചെയ്യുന്നില്ല. പുള്ളിക്കാരന്റെ ഇഷ്ടത്തിൽ. പിന്നെ പുള്ളിക്കാരൻ എന്തൊക്കെയോ പ്രശ്നങ്ങള് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെയൊക്കെ ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ പറയാൻ പറ്റിയത് അവൻ ചെറുതിലേ തുടങ്ങി അങ്ങനെ തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനറിയാവുന്ന ഒരാള് പറഞ്ഞത് കുഞ്ഞിലേ തുടങ്ങി എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഒന്ന് ഡാൻസ് കളിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഡാൻസ് കളിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു, അങ്ങനെ ആണെന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, പുള്ളിക്കാരൻ ഇപ്പൊ അറിയപ്പെടുന്ന ഒരാളായി. ഇപ്പൊ ഏത് തരത്തിലാണെങ്കിലും പുള്ളിക്കാരനെ അറിയാത്ത ഒരാളില്ല. ഇപ്പൊ പോലും എനിക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ എടുക്കണോ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ എനിക്ക് അവന്റെയൊക്കെ ഈ പറയുന്ന ഈ അലൻ ജോസിന്റെ ഒക്കെ പേര് പറയേണ്ടി വരുവാ. കാരണം ആ ഒരു ലെവലിലേക്ക്, കാരണം ഈ ഒരു ലെവലിൽ അലൻ ജോസ് പെരേര ആറാട്ടൻ പറയുമ്പോഴേക്ക് എത്തിക്കഴിയണമെങ്കിൽ അവരുടെ റേഞ്ച് എങ്ങനെയായിരിക്കും? അവര് എല്ലാവരും കണ്ടു കഴിഞ്ഞു, എല്ലാവർക്കും അറിയാം. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനടങ്ങുന്ന നിങ്ങളൊക്കെ മണ്ടന്മാരാ ശരിക്കും. താഴെ പോയി കമന്റ് ഇടുന്നു, തെളിവിളിക്കുന്നു, അവരങ്ങ് വൈറലായി. അവരങ്ങ് എവിടെ എത്തി? നമ്മൾ ഈ കമന്റ് ഇടുന്നത് നമ്മളെയൊന്നും ഒരാൾക്കും അറിയില്ല. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ഭയങ്കരമായിട്ട് സപ്പോർട്ട്. എന്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാൽ ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിന്റെ കമന്റ് കാണാൻ. പുള്ളിക്കാരൻ എത്ര എഫേർട്ട് എടുത്തു. ഒരു 4ാം ക്ലാസ്സുകാരൻ ചെയ്യുന്നതിന്റെ മാക്സിമം എത്ര പേര് പുള്ളിനെ കളിയാക്കിന്ന് അറിയോ? ഇവിടുന്ന് നടന്ന് ചെന്നൈ വരെ പോയി, അവിടുന്ന് വിജയനെ കാണാൻ പറ്റാതെ പിന്നെ വേറെ കുറെ കാര്യങ്ങൾ നടന്ന് എങ്ങനെയൊക്കെ വിജയനെ കണ്ട് അവസാനം പുള്ളിക്ക് യോഗം ഇല്ലാത്തതുകൊണ്ട് ആ ഫോട്ടോ വന്നില്ല. കാരണം ജനനായകൻ സിനിമ ഇറങ്ങിയത് മാത്രമാണ് ഈ ഫോട്ടോ പുറത്തു വിടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ആ നടത്തം മൊത്തം പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു. അതായത് ഈ 4ാം ക്ലാസ്സുകാരൻ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫുള്ളായിട്ട് യൂസ് ചെയ്ത് പുള്ളിയുടെ ലെവൽ ഇപ്പൊ എവിടെ 2 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് എത്തി. ഒരുപാട് സിനിമകൾ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളി നമ്മളെ പോലെ ചമ്മലുള്ള ആളല്ല. പുള്ളി എവിടെങ്കിലും ഒരു അത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കുറെ സിനിമകളിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ നേരിട്ട് കയറി ചെല്ലുകയാണ്. അപ്പൊ അവിടുത്തെ ഡയറക്ടേഴ്സിന് പുള്ളിക്കാരനെ അറിയാം, സാറേ എനിക്ക് എന്തെങ്കിലും ഒരു വേഷം ഞാൻ നന്നായിട്ട് ചെയ്യാം, എനിക്ക് ഡയറക്റ്റ് പോയി ചെന്ന് ചോദിച്ച് പുള്ളിക്കാരൻ വേഷം ഉണ്ടാക്കണം. മനസ്സിലായോ? നമ്മൾ അവിടെ ഇരിക്കും, വലിയ നമ്മളെ വിളിക്കട്ടെ, നമ്മളെ ആരും വിളിക്കില്ല. പുള്ളിക്കാരൻ എല്ലായിടത്തും പോയി ചോദിച്ചിപ്പോ ഫുള്ള് തിരക്കുള്ള ഒരാളായി മാറി കഴിയും. പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഉണ്ണി ഞാൻ നിന്റെ അവിടേക്ക് വരട്ടെ, എനിക്ക് ഇതിനൊക്കെ കാണിച്ചു തരുമോ, മാനിനെ കാണാൻ പറ്റുമോ, എന്നാ ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വരാം. എങ്ങനെയാണ്ടാ ഉണ്ടി, നിനക്ക് പേടിയൊന്നും ഇല്ലടാ? എനിക്ക് പേടിയാണ്. അപ്പൊ ഞാൻ പറയുക അന്ന് നെന്മാറ വേല നടക്കുന്ന സമയമാണ്, നമുക്ക് നെന്മാറ വേലിന്റെ അവിടെ വാ, നമുക്ക് കാണാം. ഓ പടക്കം പൊട്ടി എന്റെ നെഞ്ച് വേർക്കി, പേടിയാണ്, എനിക്ക് പേടിയാട്ടാ ഉണ്ണി, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നമുക്ക് വേറെ. പാലക്കാട് തന്നെയല്ലേ? മംഗൾഡാം, പാലക്കാട്. ഞാൻ പുള്ളിയുടെ വീടിന്റെ അവിടെയൊക്കെ പോയായിരുന്നു, വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, അത് പറയാനുള്ളത്. കാരണം നല്ല ജനനായിട്ടുള്ള, മറ്റുള്ളവർ കാണിക്കുന്ന പോലെ ഒരു ഡെയിലി വീഡിയോ ഇടും. ഡെയിലി ഒരു 3-4 വീഡിയോ. പുള്ളിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല,
ജസ്റ്റ് ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ എത്തി, ഉണ്ണിക്കണ്ണന്റെ മുമ്പ് വിജയണ്ണന്റെ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ കൂടെ, അത് പുള്ളിയുടെ മോട്ടിവേഷനാണ്. തളരാതെ പുഞ്ചിരിയായിട്ട് മുന്നോട്ട് പോകാൻ ഇഷ്ടം പോലെ തെരുവിളി. പക്ഷെ അയാൾക്ക് അത് ഏൽക്കൂല. ആള് ഒരു ലെവലിൽ എത്തി. പുള്ളിക്കാരൻ ഇപ്പോ ജീവിതമാർഗം എന്നുള്ള സാധനം ആയി കഴിഞ്ഞു. അത്യാവശ്യം പ്രൊമോഷൻസ് ആണെങ്കിലും വേറെ സാധനങ്ങളാണെങ്കിലും എല്ലാം എത്തി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഉണ്ണേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടിപൊളിയാണ്. ഇനി എന്തായാലും നിനക്കൊരു വൈൻഡപ്പ് ഞാൻ തരുന്നില്ല. കഴിഞ്ഞു, നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.